ഹലോ കുട്ടികളെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡി വിത്ത് ഫാമിലി. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല തണുപ്പാണ് കേട്ടോ. വൈകിട്ടാകുമ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെന്ന് ചൂടായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്നായിരിക്കും കേട്ടോ. ഫുൾ നേരം നമുക്ക് ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ല ഇതായിരിക്കും. ഞാൻ ഇങ്ങനെ ഇന്ന് ആലോചിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മൊമ്മോസ് കിട്ടി കേട്ടോ. ഇവിടെ ഒരാൾ മൊമ്മോസ് എന്ന് കുറേ ദിവസം കൊണ്ടേ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മൊമ്മോസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ നേരെ തന്നെ മൊമ്മോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. ആദ്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാലോ, മൈദാമാവ് ഉണ്ടല്ലോ, മൈദാമാവ് നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കണം. പിന്നെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ നമുക്കൊരു വെജിറ്റേറിയനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോൺ വെജ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻ ആകുമ്പോൾ നമുക്ക് ഒരുപോലെ ഉണ്ടാക്കിയതില്ല. അങ്ങനെ ഞാൻ നേരെ തന്നെ വെജിറ്റബിൾസൊക്കെ എടുത്തു. കയ്യിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും ഞാൻ എടുക്കും കേട്ടോ. എനിക്ക് അതിന് ഇന്ന വെജിറ്റബിൾ ഒന്നുമില്ല. എനിക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കും. ഇതൊക്കെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇതൊക്കെ എടുക്കും കേട്ടോ. ഇതൊക്കെ എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടുതലും വെജിറ്റബിൾസ് കട്ട് ചെയ്യണം ചോപ്പറിൽ വെച്ച് തന്നെ കട്ട് ചെയ്യാം കേട്ടോ മൊമ്മോസിന്. അപ്പോഴാണ് വെജിറ്റബിൾസ് നല്ല കുഞ്ഞു കട്ട് ചെയ്ത് വരുമ്പോഴേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെ ഈ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു മൊമോസിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ. നല്ല ചോപ്പറിലിട്ട് നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാതെ അതിൻ്റെ ആ ഒരു അതിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് അറിയാതെ കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോഴാണ് ഞാൻ എന്നിട്ട് വീണ്ടും പോയി ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ നമുക്കൊരു ക്യാപ്സിക്കം ഇരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്യാപ്സിക്കം കൂടെ അരിഞ്ഞിടാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, പകുതി ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടോ. അങ്ങനെ ഇത് ഇത്രയും ഉണ്ട് നമുക്ക് വെജിറ്റബിൾസ്. ഇതിങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട കേട്ടോ. ഇതിനി റെഡിയായി നല്ല സെറ്റായി വരുമ്പോഴത്തേക്കും ശകലം ആയിക്കോളും കേട്ടോ. അത് നേരെ തന്നെ ആദ്യം പാൻ എടുത്തിട്ട് ശകലം എണ്ണ ഒഴിക്കുക. ശകലം എണ്ണയുടെ ആവശ്യമുള്ളൂ. ഇത് ഇത്രയും വെജിറ്റബിൾസ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് തന്നെ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ശകലം എണ്ണ ഒഴിച്ചിട്ട് ഇത് തട്ടിയിട്ട് ശകലം ഉപ്പും കൂടെ ഇട്ട് വെജിറ്റബിൾസ് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ച്, തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവിക്കണം കേട്ടോ. നല്ലതായിട്ട് വേവിക്കുന്നത് വെച്ചപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ആ തീയുടെ ആവി അടിച്ച് നന്നായിട്ട് വെന്ത് വരണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരണം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് മിക്സ് മാവിനകത്തോട്ട് വയ്ക്കുമ്പോഴേ അതൊരുമാതിരി ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കും. അതുകൊണ്ട് നല്ല എണ്ണയിൽ കിടന്ന് നല്ല വശങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അങ്ങനെ വരുമ്പോഴാണ് ഒരു ടേസ്റ്റ് കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ഈ മൊമ്മോസ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് പുറത്തു നിന്ന് വാങ്ങിച്ച് കഴിക്കാനേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരമായിരുന്നത്. എന്തോ വലിയ സാധനമാണ്, അതൊന്നും എന്നെ കൊണ്ടുണ്ടാക്കി എടുക്കാനൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആദ്യം ഒരു ദിവസം എന്തോന്നോ വരട്ടെ എന്നും പറഞ്ഞായിരുന്നു കേട്ടോ. ഒരു ദിവസം ഉണ്ടാക്കിയപ്പോഴത്തേക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. എന്ത് സാധനം ഉണ്ടാക്കിയാലും അടുത്ത വീടുകളിൽ എല്ലാവർക്കും കൊടുത്തപ്പോഴത്തേക്കും അവരെല്ലാം പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ മൊമ്മോസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ മൊമ്മോസ് ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ട് എന്ന് ഞാൻ തന്നെ പറയുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ എന്തായാലും അത് പാളിപ്പോവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് കഴിഞ്ഞ് നേരെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് നന്നായിട്ട് വശക്കുക കേട്ടോ. ഇത് നല്ല അടച്ച് വെച്ച് വശക്കുക. അത് കഴിഞ്ഞിട്ട് ഈ മാവിനുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു ബോൾസ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. തീരെ വലിയ ബോൾസ് ആവരുത്, കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് അത് നന്നായിട്ട് പരത്തി എടുത്തിട്ട് മൊമോസിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, മൊമോസ് 2 ഷേപ്പിൽ കിട്ടുമല്ലോ. നമുക്ക് ഏത് ഷേപ്പാണോ ആവശ്യം ആ ഷേപ്പിൽ എടുക്കുക കേട്ടോ. അതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ നമ്മൾ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, വെജിറ്റബിൾസിൽ ലാസ്റ്റ് വെന്ത് നല്ല ഇതായി വരുമ്പോൾ കുരുമുളക്, ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ശകലം കുരുമുളക് ആഡ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മക്കൾ 2 പേരുണ്ടല്ലോ, അവർക്ക് 2 പേർക്ക് എരിവ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ശകലം കുരുമുളകൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് വശക്കി എടുത്തിട്ടുണ്ട്. അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നേരെ തന്നെ മാവ് പരത്താൻ കയറിയിട്ടുണ്ട്. മാവ് പരത്തി ഇനി അത് ചെറിയൊരു ദോശ പോലെ ആക്കിയിട്ട് ഞാൻ ആദ്യം തന്നെ വേറൊരു ഷേപ്പാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് നേരെ ഇഡ്ഡലി കുട്ടമൊക്കെ എടുത്തായിരുന്നു. ഇഡ്ഡലി കുട്ടത്തിൽ ഈ ഒരു സാധനം നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും വാങ്ങിച്ചു വെച്ചാൽ അത് അടിപൊളി സാധനമാണ് കേട്ടോ. അതെടുത്തിട്ട് നേരെ ഇതിനകത്ത് നമ്മൾ വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, വെജിറ്റബിൾസ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുമ്പോൾ വെജിറ്റബിൾസൊക്കെ ശകലം വച്ചേ കിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഇത് നിറച്ചിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇത് വയ്ക്കുന്നതിൽ ഒട്ടും എന്തോന്നു ഒരു ഇതും കാണിച്ചില്ല. നിറച്ച് കോരി വെച്ചിട്ട് അങ്ങ് മടക്കി ഓരോ ഷേപ്പിലായിട്ട് വയ്ക്കുക. ആദ്യം ഞാൻ വേറൊരു ഷേപ്പ് വെച്ചെങ്കിൽ പിന്നെ ഞാൻ വേറൊരു ഷേപ്പിലാണ് ഇട്ടത്. 2 ഷേപ്പിൽ നമുക്ക് മൊമ്മോസ് കിട്ടുമല്ലോ. ആ 2 ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഞാനിവിടെ മൊമ്മോസ് ഉണ്ടാക്കുമ്പോൾ ഒരു ഷേപ്പ് മാത്രമായിട്ട് ഉണ്ടാക്കില്ല, ഞാൻ 2 ഷേപ്പ് ഉണ്ടാക്കും. ഈ 2 ഷേപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2ലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനെക്കാട്ടിലും അടുത്ത് ഞാനൊരു
സാരിയുടെ പ്ലീറ്റ് പിടിക്കും പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ ഈ ഷേപ്പാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ തന്നെ എല്ലാ മൊമോസും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് കത്തിച്ച് ഗ്യാസിലേക്ക് അങ്ങോട്ട് വയ്ക്കാം. ഗ്യാസ് കത്തിച്ച് ഗ്യാസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണം കേട്ടോ. കുറച്ച് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ശകല ലോ ഫ്ലെയിമിലോട്ടാക്കി കുറച്ച് സമയം ഇട്ടിട്ട് എന്തോന്ന് നോക്കിയിട്ട് ഓഫ് ചെയ്ത് വയ്ക്കുക. ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉടനെ തന്നെ എടുത്ത് വെളിയിൽ വയ്ക്കിയത്. വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോയി കട്ടി പോലെ ഇരിക്കും. ആ ചൂടോടെ തന്നെ അടച്ച് വെച്ചിരിക്കുക. നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ എടുക്കണേ അപ്പം തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഈ മൊമോസിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സോസ് വേണമല്ലോ. സോസ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉള്ളിയുടെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. ആ ഉള്ളിയും ശകലം മുളക് പൊടി, ശകലം ഉപ്പും, ശകലം ഓയിൽ, വെള്ളം ഒഴിക്കത്തില്ല, ഈ ഓയിലും കൂടെ ഇട്ട് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് മൊമോസിൽ മുക്കി കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മക്കളെ. എളുപ്പമുള്ള സോസുമാണ്, വേറെ ഒരു പാടുമില്ല, നമുക്ക് എളുപ്പമാണ്. അങ്ങനെ എൻ്റെ ചൂടായിട്ടുള്ള മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി എന്താണ്, ചേട്ടൻ പറഞ്ഞ കാത്തിരിപ്പാണ് കേട്ടോ. ചേട്ടന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. കാത്തിരുന്ന് കണ്ണ് കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ എത്തി കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് മൊമോസ് കഴിച്ചു. എല്ലാവരോടും ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരും സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയല്ലോ. ടാറ്റാ ബൈ ബൈ, സീ യു. എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വീട്ടിലുണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സീ യു, ബൈ.